Hello everyone, I'm Anjana and welcome to my YouTube channel Makeover for Life. Makeover for Life ഒരു പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീക്കെൻഡൊക്കെ ആയപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു ദിവസം കൂടിയാണ്. അപ്പം ക്ലീനിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് തുണി നനയും മറ്റേ തുണി മടക്കി വെക്കലും ബെഡ് വിരിക്കലും മാത്രമല്ല, വീടിൻ്റെ എല്ലാ സർഫേസസും ഗ്ലാസ് വിൻഡോസും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്യണം. അതും മാത്രമല്ല, ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അവസാനം ഒരു പോസിറ്റിവിറ്റി തോന്നണമല്ലോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ ക്ലീനിങ് ഡേയിൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻസ് തന്നെയാണ് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് സൊല്യൂഷൻസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻസ്. നമ്മൾ കടയിൽ നിന്ന് എക്സ്പെൻസീവായിട്ടുള്ള പല ബ്രാൻഡഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ വാങ്ങിക്കാറുണ്ടാവും. അപ്പം അതിലും നല്ലതായിട്ട് എനിക്ക് തോന്നി, നമ്മൾ ഒത്തിരി പൈസ കളഞ്ഞ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അത് ചിലപ്പം അലർജി ഉള്ളതാവാം, ചിലവർക്ക് എപ്പോഴും അത് ആക്സസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സൊല്യൂഷൻസ് ആകുമ്പോൾ നമുക്ക് ഏത് നിമിഷവും നമുക്ക് തീർന്ന പോലെ അപ്പപ്പോൾ ഉണ്ടാക്കാം, അപ്പപ്പോൾ ഉപയോഗിക്കാം, വളരെ കുറച്ച് മാത്രം കരുതി വെച്ചാൽ മതി. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ പുറകിലിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം കാണും. ഇല്ലെങ്കിലും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളുമാണേ. അപ്പം ഞാൻ മെയിൻലി ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടേക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ കൗണ്ടർ ടോപ്സ് ആണ്, സ്റ്റോൺ ടൈപ്പ് കൗണ്ടർ ടോപ്സ് ആണ്. അതേപോലെ സിങ്കുകൾ, പിന്നെ എല്ലാം ഒത്തിരി ഗ്ലാസ് വിൻഡോസ് ഉണ്ടാവും. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നൊരു ഗ്ലാസ് ഡോറ്, അല്ലാത്ത ഗ്ലാസ് വിൻഡോസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിൽ ടബ്, അതേപോലെ തന്നെ അവിടെയുള്ള വാഷ് ബേസിൻ, അതൊക്കെ ഏറ്റവും ക്ലീനായിട്ട് വെക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബാത്റൂമിലെ ടബുകളാണ് എപ്പോഴും പെട്ടെന്ന് ചെളി പിടിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ കിച്ചൺ സിങ്ക് പോലെയാണ് ബാത്റൂം ടബും, പെട്ടെന്നാണ് ചെളി പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉള്ള സൊല്യൂഷൻസ് കൊണ്ട് തന്നെ നമുക്കൊരു ക്ലീനിങ് ടിപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ മേക്കിംഗ് ആണ്. അപ്പം ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ സാധനങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് ഫാബ്രിക് കണ്ടീഷണർ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ വലിയ ക്യാനിലാണ് ഫാബ്രിക് കണ്ടീഷണർ വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ് ബോട്ടിലേക്ക് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ ഫാബ്രിക് കണ്ടീഷണർ ഡൗണി എന്ന് പറഞ്ഞിട്ടുള്ള ടൈഡും ഡൗണിയും കൂടി ഒരുമിച്ചിട്ടുള്ള ഫാബ്രിക് കണ്ടീഷണറാണ്. ഇതിൻ്റെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിന് നല്ല സ്മെല്ലാണ്. നമ്മുടെ തുണിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, തുണി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് അല്പം ഒഴിച്ചാൽ തന്നെ തുണിയൊക്കെ നല്ല സ്മെല്ലാണ്. അത് ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഒരു ഫാബ്രിക് കണ്ടീഷണർ. പിന്നെ ഉള്ളത് നാരങ്ങ. നമ്മുടെ വീട്ടിലായ നാരങ്ങ ഉണ്ടാവുമല്ലോ, ചെറിയൊരു പീസ് സ്ലൈസ് നാരങ്ങ. പിന്നെ ഞാൻ അല്പം വാം വാട്ടർ, നമ്മൾ ഒത്തിരി ബോയിലിംഗ് വാട്ടർ, തിളച്ച വെള്ളം എടുക്കരുത്, ചൂടാറിയ കുറച്ച് വെള്ളം. പിന്നെ അതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് വിനീഗർ നമുക്ക് എല്ലായിടത്തും കിട്ടുമല്ലോ, വൈറ്റ് വിനീഗർ. പിന്നെ ഡിഷ് സോപ്പ്, നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പ്. പിന്നെ കുറച്ച് കോൺ സ്റ്റാർച്ച് വെച്ചുള്ളത് ഇപ്പോൾ ഒത്തിരി വീഡിയോസിൽ ഞാൻ കണ്ടു. എനിക്ക് ആദ്യം ബേക്കിംഗ് സോഡ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ കോൺ സ്റ്റാർച്ചിനെ പറ്റി എനിക്ക് വലിയ അറിവില്ലായിരുന്നു. പക്ഷെ കോൺ സ്റ്റാർച്ച് ചെയ്തപ്പോൾ ഗ്ലാസ് സർഫേസസ് ഒക്കെ നല്ല ഷൈനിങ് ആയിട്ടും സ്റ്റെയിൻ ഫ്രീ ആയിട്ടും കിട്ടും. അപ്പം കോൺ സ്റ്റാർച്ച്. പിന്നെ എസെൻഷ്യൽ ഓയിൽസ്, അപ്പം നല്ല സ്മെല്ലുള്ള എസെൻഷ്യൽ ഓയിൽസ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മെറി മിൻറ്റ് എന്ന് പറഞ്ഞിട്ട്, മിൻറ്റിൻ്റെതും പിന്നെ ഇത് ഷുഗർ പ്ലമ്മുമാണ്. നിങ്ങൾക്ക് പെപ്പർമിൻറ്റ് ഉപയോഗിക്കാം, ലൈമിൻ്റെ ഉപയോഗിക്കാം, ഓറഞ്ചിൻ്റെ ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സ്മെല്ലനുസരിച്ചുള്ള എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഈ രണ്ടെണ്ണമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാനുള്ള സ്ക്യൂസർ ബോട്ടിൽസും കാര്യങ്ങളും ഒക്കെയാണ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ യൂഷ്വലി ഇവിടെയൊക്കെ അവൈലബിൾ ആണ് ഈ വിമ്മിൻ്റെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടുള്ള വൈപ്സ്. അപ്പോൾ ഇത് ഞാൻ യൂഷ്വലി ഈ ഒരു വൈപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് നമ്മുടെ കുക്കിങ്ങിന് ശേഷം ആ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും, പിന്നെ ഈ സൊല്യൂഷൻസ് ഒക്കെ അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനും ഈ ഒരു വൈപ്സ് എടുക്കാറുണ്ട്. ഇതുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് തന്നെ വേണമെന്നില്ല. അല്ലാതെ ഇവിടെ കിട്ടുന്ന ഒരു സാധനമാണ് ആം ആൻഡ് ഹാമറിൻ്റെ റീയൂസബിൾ ഒരു
ഒരു വൈപ്സ്, അത് ഒരു ഇച്ചിരി കട്ടിയുള്ളൊരു ടവൽ പോലെയാണിത്. ഇത് റീയൂസ് ചെയ്യാവുന്ന സാധനമാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും നൈസായിട്ടൊരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അത്, പിന്നെ പ്ലെയിൻ ആയിട്ടൊരു ക്ലോത്ത്, നല്ലൊരു തുണി അത്യാവശ്യം നമുക്ക് തുടയ്ക്കാനൊക്കെ ആയിട്ട്. ഇത്രയേ ഉള്ളൂ സാധനം. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ ഡിഷ് എന്താ പറയുക, നമ്മുടെ സിങ്ക്, കിച്ചൺ സിങ്കിലേക്കുള്ള എന്താണ് ഒരു ക്ലീനിങ് സൊല്യൂഷൻ. ഈ കിച്ചൺ സിങ്കിലേക്കുള്ളത് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, നമ്മളിപ്പം വാഷിംഗ് ഏരിയയിൽ സിങ്ക് ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല, നമ്മുടെ ബാത്റൂം സിങ്ക് നിങ്ങൾ ആലോചിക്കണം, ബാത്റൂം വാഷ് ബേസിൻ ഏത് ടൈപ്പാണ്. എല്ലാ സൊല്യൂഷൻസും എല്ലാ സർഫേസിലും ചേർന്ന് പോവില്ല. അപ്പോൾ കിച്ചൺ സിങ്കിലേക്കുള്ളത് സെപ്പറേറ്റ് ആണ്, ബാത്റൂമിലേക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ കിച്ചൺ സിങ്കിലേക്കുള്ളത് നോക്കാം. അതിന് അത്യാവശ്യം എന്താ പറയുന്നത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സോപ്പ് ഇതാ, ഇച്ചിരി വെള്ളം, കുറച്ച് വാം വാട്ടറും, ഇച്ചിരി ഡിഷ് സോപ്പും, അതിൻ്റെ ഒപ്പം ഒരു ഇച്ചിരി വൈറ്റ് വിനീഗറും. അപ്പം ഇപ്പം വെള്ളം ആദ്യം എടുത്തിട്ട്, ഒരു വെള്ളം ഇപ്പോൾ ഒരു ഹാഫ്, ഒരു ഇത്ര വെള്ളം, ഹാഫ് കപ്പ്, ചിലർ ഹാഫ് കപ്പ് എടുക്കും, ചിലർ ഒരു ഇത്തിരി 1-2 ml വെള്ളം എടുത്തിട്ട് അതിനനുസരിച്ച് തന്നെ സോപ്പ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി വൈറ്റ് വിനീഗർ ഒഴിച്ചിട്ട് സിങ്കിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം സിങ്ക് ക്ലീൻ ചെയ്യുക. ഇതല്ല എങ്കിൽ നമുക്ക് ഡിഷ് സോപ്പും അതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും, സോപ്പ് പൗഡറോ അല്ലെങ്കിൽ ഡിഷ് ലിക്വിഡ് സോപ്പും അല്പം ബേക്കിംഗ് സോഡയും മാത്രം വെച്ച് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഇതിലേക്ക് പകർത്താം കേട്ടോ. അല്പം വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് സ്വല്പം കാണുന്നുണ്ടോ ഡിഷ് സോപ്പ് ഇടുകയാണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഈ നല്ല സ്മെല്ലുള്ള ഡിഷ് സോപ്പ് കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്ന അതേ സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു സ്വല്പം വൈറ്റ് വിനീഗർ. ഓക്കെ, ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലുള്ളത് ഇച്ചിരി വാം വാട്ടർ, ഡിഷ് സോപ്പും കൂടാതെ അല്പം വൈറ്റ് വിനീഗറും, ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ ദിവസത്തിലേക്ക്, ഇപ്പം എവറി വീക്കെൻഡ് ഞാൻ എല്ലാ രാത്രിയും സിങ്ക് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അന്നേക്കുള്ളത് മാത്രമാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പം കുറച്ച് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. തൽക്കാലം ഇതിരിക്കട്ടെ. ഇനിയും ഇതിലേക്ക് പകർത്താം കേട്ടോ. സോ ഞാൻ ഉണ്ടാക്കിയ, നമ്മൾ മിക്സ് ചെയ്തെടുത്ത വാം വാട്ടറും ഡിഷ് സോപ്പും പിന്നെ കുറച്ച് വൈറ്റ് വിനീഗറുമാണ്. ഇതാണ് ഞാൻ നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ സിങ്ക് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 to 5 minutes മതി. 5 to 10 minutes വേണമെന്നില്ല, ഒരു 5 minutes അല്ലെങ്കിൽ 5 to 6 minutes ഒന്ന് വെക്കുക.
അതൊന്ന് സിങ്കിലൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ക്രബ് വെച്ചിട്ട് ഏതെങ്കിലും നല്ലൊരു കട്ടിയുള്ള നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് നോർമൽ സ്ക്രബുകളുണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ടൈപ്സ് ഈ സ്ക്രബാണ്. നോർമൽ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്ക് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പം ഏകദേശം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തന്നെ ആ ഒരു വൈറ്റ് വിനീഗറിൻ്റെ സ്മെല്ലും നമ്മുടെ ആ നോർമൽ ഡിഷ് സോപ്പിൻ്റെ സ്മെല്ലും അത്രമാത്രമേ ഉള്ളൂ. പിന്നെ ഈ വൈറ്റ് വിനീഗർ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് നോർമൽ ലൈം ജ്യൂസ് സ്ക്വീസ് ചെയ്ത് വെക്കാം. ഞാൻ ചില സമയത്ത് ഞാൻ ലൈം ജ്യൂസും എടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈം ജ്യൂസും ബേക്കിംഗ് എന്താ പറയുന്നത് ലൈം ജ്യൂസും കുറച്ച് നമ്മുടെ വാം വാട്ടറും അതിനൊപ്പം ഡിഷ് സോപ്പും കൂടെ വെച്ചിട്ട് ചെയ്യാം. അതല്ല എങ്കിൽ വൈറ്റ് വിനീഗർ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഈ സർഫേസ് ഒക്കെ നല്ല ഒരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ. ഒരു ഷൈനിങ് സർഫേസ് കിട്ടും. ഏകദേശം ഇപ്പം എനിക്ക് അങ്ങനെയാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരല്പം വെള്ളം വെച്ചിട്ട് ഈ സ്ക്രബ് ഒന്ന് നനച്ചിട്ട് വീണ്ടും അതങ്ങ് വൈപ്പ് ചെയ്തെടുക്കും. എവറി ന്യൂക്ക് ആൻഡ് കോർണർ ഇതൊന്ന് നല്ലതായിട്ട് ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് പോരാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ന്യൂക്ക് ആൻഡ് കോർണർ സ്പ്രേ ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാം. അപ്പം ഈ ഏറ്റവും അത്യാവശ്യമായിട്ട് നോക്കേണ്ട പാട പോലെ പറ്റിക്കിടക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീസി ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, ബ്ലാക്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലം, ബ്ലാക്ക് ആയിട്ടും ചില ഗ്രീൻ ആയിട്ടൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കും. നമ്മൾ ദിവസേന പാത്രം കഴുകുമ്പോഴും കുക്ക് ചെയ്തതിന് ശേഷമുള്ള കറകളാണ്. ആ ഏരിയാസൊക്കെ പെട്ടെന്ന് ഈ സ്റ്റെയിൻസ് റിമൂവ് ചെയ്ത് കിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, നല്ലൊരു പുതിയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഈ ടാപ്പിൻ്റെ വെള്ളം പോകുന്ന ഏരിയയിൽ ഇതേ സൊല്യൂഷൻ ഒന്നുകൂടെ സ്പ്രേ ചെയ്തിട്ട് ആ ടൂത്ത് ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്യും. പിന്നെ വീണ്ടും ആ സെയിം സൊല്യൂഷൻ എടുക്കുകയാണ്. ഇതതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഈ ടൂത്ത് ബ്രഷ് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ ഒരു സൊല്യൂഷൻ ഇപ്പം സിങ്ക് ഇത്രയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി വേണമെങ്കിൽ നെക്സ്റ്റ് എല്ലാ നൈറ്റ് തന്നെ യൂസ് ചെയ്യും. മൂന്ന് ദിവസം കറക്റ്റ് 3 ദിവസമൊക്കെ ഉണ്ട് ഇത്. അപ്പം ഈ സെയിം സൊല്യൂഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ഇനിയും നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ സാധാ ഒരു ടൈപ്പ് റീയൂസബിൾ ടവലാണിത്. ഇത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് തുടച്ച് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ സിങ്കിനോടുള്ള ടാപ്പിൻ്റെ ഇടയ്ക്കുള്ള സർഫേസസും ഒക്കെ നമുക്ക് ഇതേ സൊല്യൂഷൻ ഒന്ന് നമ്മുടെ ഈ ടവലിലോട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടവലിലോട്ടോ ഒന്ന് സ്പ്രേ ചെയ്യുക. ഒരല്പം മതി കേട്ടോ, കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ ടാപ്പിൻ്റെ ഇടയിലുള്ള സർഫേസസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കിച്ചൺ സിങ്കും ടാപ്പും ആ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മുടെ വാം വാട്ടർ, ഡിഷ് സോപ്പ് ആൻഡ് വൈറ്റ് വിനീഗർ വെച്ച് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ചെയ്യാൻ വിടുക. ഇപ്പം തന്നെ നല്ലൊരു ഷൈനിങ് സർഫേസ് ആണ് കേട്ടോ. മാത്രമല്ല നമുക്കിപ്പോൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ എല്ലാ കുക്കിങ്ങിനും ശേഷം ചെയ്ത് കഴിയുമ്പോൾ നോൺ വെജിൻ്റെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ സ്മെല്ല് തീരെ നിൽക്കില്ല. അപ്പോൾ അതാണ് ഒരു നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ കേട്ടോ. ഒരു ക്ലീനിങ് ടിപ്പിൻ്റെ ഒരു സൊല്യൂഷൻ അതാണ്. അപ്പോൾ ഇതിവിടെ മാറിയിരിക്കട്ടെ. ഇനിയുള്ളൊരു കാര്യം, എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊരു പ്രശ്നമാണ്, നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുക്കിംഗ് സ്റ്റൗവിൻ്റെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ലതായിട്ട് കരി പറ്റി പിടിച്ചിട്ടുണ്ടാവും, നല്ല ഗ്രീസി സർഫേസസ് ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിലൊക്കെ പോയി വീണിട്ട് ഒട്ടി പിടിച്ച് ബ്രൗൺ, ബ്ലാക്ക്, ഗ്രീൻ സർഫേസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പറ്റിയത് ചിലപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി അതല്ല എങ്കിൽ അതിൽ നിന്നൊരു ഫൗൾ സ്മെൽ വരുന്നുണ്ടെങ്കിൽ സ്റ്റൗ സർഫേസസ് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ വീണ്ടും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് അടുത്ത സൊല്യൂഷൻ ഉണ്ടാക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഫാബ്രിക് കണ്ടീഷണർ, അന്നുള്ള ദിവസത്തിനുള്ളത് മാത്രം മതി,
കുറച്ച് വാം വാട്ടർ, നമ്മുടെ ലെമൺ നാരങ്ങ ഒന്ന് ചെറുതായിട്ട് സ്ക്യൂസ് ചെയ്യുക. ഒരു 3-4 ഡ്രോപ്പ് കേട്ടോ. ഈ ലെമൺ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ്. നമുക്ക് ലെമൺ വെച്ച് നമ്മൾ ഉപയോഗിച്ച് തന്നെ ലെമണിൻ്റെ ബാക്കി ഭാഗം വെച്ച് നമുക്ക് ഡിഷ്, നമ്മുടെ സിങ്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇത് വെച്ച് തന്നെ ഇതൊരു സ്ക്രബായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഈ ലെമൺ ഒഴിക്കുമ്പം തന്നെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇച്ചിരി മിൻറ്റിൻ്റെ എന്താ പറയുക, മിൻറ്റിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒരു സ്വല്പം, ഒരു 1 to 3 ഡ്രോപ്സ്, അത്രയും മതി. നല്ല സ്മെല്ലാണ്. മിൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള സ്മെല്ലുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഷുഗർ പ്ലം ഉണ്ട്, വേണമെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് മിൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 1 2 3 4 ഡ്രോപ്സ് അത്രയും ഒഴിച്ചിട്ടുള്ളൂ. അത് ഒഴിക്കുക. നന്നായിട്ടത് മിക്സ് ചെയ്യുക. എല്ലായിട്ടും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് പോട്ടെ കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വൈപ്പിൽ വൈപ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരല്പം വെറ്റ്നെസ് ഉണ്ട്, എന്നാൽ പോലും ആ വൈപ്പ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവിൻ്റെ സർഫേസ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ ഡിപ്പ് ചെയ്ത ആ സൊല്യൂഷൻ, അതായത് നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറും അല്പം വാം വാട്ടറും അതിനൊപ്പം എസെൻഷ്യൽ ഓയിലും ആ ഡിപ്പ് ചെയ്ത സൊല്യൂഷൻ വൈപ്പിൽ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഈ സർഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്യാം. എൻ്റെയൊക്കെ അത്യാവശ്യം എന്നല്ല, എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്താൽ അത്രയും സ്റ്റൗ ക്ലീൻ ആയിട്ടിരിക്കും. അത്യാവശ്യം സ്റ്റെയിനൊക്കെ ഉള്ളതാണ്. ഇപ്പം ചിലതൊക്കെ നമ്മൾ പറയില്ലേ, ചിലത് ഇപ്പം നമ്മൾ പാലൊക്കെ ചൂടാക്കുമ്പം പാലൊക്കെ ചിലത് സ്പില്ല് ചെയ്ത് പുറത്തേക്ക് പോകും. അതെല്ലാം ഈ സർഫേസിൽ ഒട്ടിപ്പിടിക്കും. പ്രത്യേകിച്ച് നോൺ വെജ് കുക്ക് ചെയ്യുമ്പം ആണ് പ്രശ്നം. കറിയൊക്കെ ഇവിടെ ആകുക, എണ്ണയൊക്കെ തെറിച്ച് സർഫേസിൽ വീഴുക. ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ എല്ലാം വൃത്തിയായിട്ട് കിടക്കുകയായിരിക്കും. പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് ഈ സ്മെല്ല് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പം മെയിൻ കാര്യം നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും സ്പില്ല് ചെയ്ത് കിടക്കുന്ന ഓയിലോ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ കാരണം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിടുക. ഞാനൊരു കാര്യം കാണിച്ചു കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വൈറ്റായിട്ടുള്ള വൈപ്പാണ് എടുക്കുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലുള്ള ഫുൾ ഗ്രീസ്, ഓയില്, അല്ലെങ്കിൽ നമ്മൾ തലേന്ന് കുക്ക് ചെയ്ത കറിയുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതെല്ലാം സ്പില്ല് ചെയ്തിട്ടുള്ള എല്ലാ സാധനവും വൈപ്പിൽ വരും. ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു സ്മെല്ല്, ഇപ്പം ഞാനിത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയാം ഞാൻ ഒഴിച്ച ഓയിലിൻ്റെ സ്മെല്ലുണ്ട്, ആ ഇച്ചിരി ഒരു ലെമൺ സ്ക്യൂസ്, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇവിടുന്നുണ്ട്. അപ്പം മുന്നേ ഉണ്ടായിരുന്ന എണ്ണയുടെ സ്മെല്ലല്ല ഉണ്ടാവുക. അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ്. അപ്പം നമുക്കൊരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ കിച്ചൺ എന്ന് പറഞ്ഞാൽ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ആ ഡോറിൻ്റെ അടുത്ത് തന്നെയാണ്. പെട്ടെന്ന് നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ അതൊരു പ്രത്യേകതരം ഒരു പോസിറ്റിവിറ്റി അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ മീനിൻ്റെ മണമോ ഇറച്ചിയുടെ മണമോ കിട്ടുമ്പോൾ നമുക്കും അതൊരു വിഷമമാണ്. സോ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ചെയ്താൽ അത്രയും നല്ലത്. സോ അതാണ് സെക്കൻഡ് ടിപ്പ്, നമ്മുടെ കുക്കിംഗ് സ്റ്റൗ അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ കൗണ്ടർ ടോപ്പ്, ആ ഒരു സർഫേസിൻ്റെ ക്ലീൻ. ഇനിയും അടുത്തതായിട്ടുള്ളത് ഓൾ സർഫേസ്, എല്ലാ സർഫേസും നമുക്ക് ഒരുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്ന ഒരു ടൈപ്പ് ക്ലീനിങ് സൊല്യൂഷൻ്റെ ടിപ്പാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ സിങ്കിനോ സ്റ്റൗവിനോ ഉപയോഗിച്ച പോലല്ല, എല്ലാ സർഫേസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ.
അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ സൊല്യൂഷൻ ഒന്ന് പകർത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് 2 സൊല്യൂഷൻസ് ഇപ്പോൾ കഴിഞ്ഞു. നമ്മുടെ കിച്ചൺ സിങ്കും നമ്മുടെ കുക്കിംഗ് സ്റ്റൗവിനുള്ളത് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഓൾ സർഫേസ്. നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്സിൽ ഉപയോഗിക്കാം, നമ്മുടെ ബാത്റൂമിൻ്റെ വാഷ് ബേസിൻ ഏരിയയില്ലേ, വാഷ് ബേസിനകത്തല്ല, വാഷ് ബേസിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ആ കൗണ്ടർ ടോപ്പിൽ, അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. അതിനും ഇത്ര മാത്രമേ ഉള്ളൂ, കുറച്ച് വാം വാട്ടർ. അപ്പം ബോയിലിംഗ് വാട്ടർ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാം വാട്ടർ, അതിനൊപ്പം തന്നെ വൈറ്റ് വിനീഗർ. അപ്പോൾ ഈ വൈറ്റ് വിനീഗർ പറഞ്ഞ 5% അസിഡിക്ക് മാത്രമാണ്. അപ്പം ഈ വൈറ്റ് വിനീഗർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് വൈറ്റ് വിനീഗർ. മെയിൻ കണ്ടന്റ് ആണ് എപ്പോഴും നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്തുള്ള ഡിഷ് സോപ്പ് എന്നുള്ളത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുക. പിന്നെ ഒരല്പം എസെൻഷ്യൽ ഓയിൽ. അപ്പം ഞാനിത് ഈ മുമ്പേ പെപ്പർമിൻറ്റ് എടുത്തത് കൊണ്ട് ഞാനിപ്പോൾ ഷുഗർ പ്ലം ആണ് എടുക്കുന്നത്. 2 to 3 ഡ്രോപ്സ് ഷുഗർ പ്ലമ്മിൻ്റെ എസെൻഷ്യൽ ഓയിൽ. ഇതേ എസെൻഷ്യൽ ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിലൊക്കെ എടുക്കാം കേട്ടോ. എസെൻഷ്യൽ ഓയിൽ വേറെ എടുക്കാം, സ്മെല്ലുള്ളത്. ഞാൻ പറഞ്ഞ പോലെ റീയൂസിബിൾ ആയിട്ടുള്ള ഇത് ഇപ്പം കിച്ചൺ കൗണ്ടർ ടോപ്പിന് എടുക്കുവാണെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത്യാവശ്യം ഇത്രയും വലുതാണ് കേട്ടോ. ഇത് വേണേൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് 2 സർഫേസിൽ വേണേൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കിച്ചൺ ടോപ്പ് ഒന്ന് വലിയൊരു കൗണ്ടർ ടോപ്പാണുള്ളത്. അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് വേണ്ടി എടുക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലിൽ നിന്ന് സ്പ്രേ ചെയ്യാം, പക്ഷേ ഞാൻ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്യും, എന്നിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്യും. ഈ തുണി എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് നമ്മൾ വെക്കുന്നതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് വലിച്ചെടുക്കും. അപ്പം ഒരല്പം സൊല്യൂഷൻ മാത്രം മതി. അതെടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്സ് നന്നായിട്ട് വൈപ്പ് ചെയ്യുക. നമ്മുടെ കൗണ്ടർ ടോപ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ പാട പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കും. നമ്മൾ എന്തെങ്കിലും ചൂടായ ഒരു സാധനം കൊണ്ടുവച്ചതിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ എടുക്കുമ്പോൾ അത് സ്പില്ലായതിൻ്റെയോ ചിലത് ഒട്ടിപ്പിടിച്ച് കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ ഒന്നിലധികം ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പോകാൻ പാടായിരിക്കും. പക്ഷേ ഈ സൊല്യൂഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക, നല്ല സ്മൂത്തായിട്ടും നല്ല ഷൈനിങ് സർഫേസും കിട്ടും കേട്ടോ. നന്നായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്സുകൾ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ആലോചിക്കേണ്ടത്, നമ്മൾ ഓരോ എഡ്ജസ് ഉണ്ടല്ലോ, ഈ എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു ദൂരെ നോക്കുമ്പോൾ നമുക്കറിയാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. ആ എസെൻഷ്യൽ ഓയിലിൻ്റെ ആ ഷുഗർ പ്ലമ്മിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം നമുക്ക് ഓൾ സർഫേസ് ആണ്. നമുക്ക് കിച്ചണിൽ മാത്രമല്ല ബാത്റൂമിലും അവിടെയൊക്കെ ആയിട്ട് നമുക്ക് സർഫേസസ് ഇതുപോലുള്ള സ്റ്റോൺ സർഫേസസ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണൊരു ഓൾ സർഫേസ് ഒരു ക്ലീനിങ് ടിപ്പ് സൊല്യൂഷൻ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും ലാസ്റ്റായിട്ട് നമ്മൾ 3 കഴിഞ്ഞു. ഇനി 4മത്തേത് ഗ്ലാസ് ടോപ്പുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, വിൻഡോ ഗ്ലാസ്സസ്, നമ്മുടെ മൈക്രോവേവ് ഓവൻ്റെ ആ ഒരു ഗ്ലാസ് സർഫേസ്, അതേപോലെ നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്ന ഡോറിൻ്റെ ഗ്ലാസ് സർഫേസ് എവിടെയൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ച് ജനലുകളുടെ ഗ്ലാസ്സസ് ഒക്കെ ആണല്ലോ, അങ്ങനത്തെ സർഫേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. ഇനി അതിൽ ഏറ്റവും അതിശയിപ്പിച്ചൊരു ഇൻഗ്രീഡിയൻറ്റ് കോൺസ്റ്റാർച്ച് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ബേക്കിംഗ് സോഡ വെച്ചിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ബേക്കിംഗ് സോഡ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഒത്തിരി ക്ലീൻ സൊല്യൂഷൻസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് തന്നെയായിരുന്നു. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോണത് കോൺസ്റ്റാർച്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു ഗ്ലാസ് സർഫേസിന് വേണ്ട ക്ലീനിങ് സൊല്യൂഷന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നമ്മുടെ ഡിഷ് സോപ്പാണ്. അപ്പം ഞാൻ ആദ്യം അതുകൂടെ പിന്നെ വാം വാട്ടർ, വൈറ്റ് വിനീഗർ, പിന്നെ എസെൻഷ്യൽ ഓയിൽ. അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുകയാണ്, ഇത്തിരി വെള്ളം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോപ്പ്, വൈറ്റ് വിനീഗർ,
പിന്നെ പെപ്പർമിൻറ്റിൻ്റെ എസെൻഷ്യൽ ഓയിൽ. ഈ പെപ്പർമിൻറ്റിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒരു ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ. ഏത് ഫൗൾ സ്മെല്ലിനെയും നമ്മളൊരല്പം ഓയിൽ വെച്ചെന്ന് അത് ഇച്ചിരി ഇതുപോലെ ക്ലീനിങ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക സ്മെല്ലായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാം. നമുക്ക് പുറത്തേക്ക് കടയിൽ പോയിട്ട് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്നില്ല. ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആർക്കെങ്കിലും കൈ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാൻ മറക്കരുത്. യൂഷ്വലി എല്ലാവരും ഗ്ലൗസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിലുള്ള ഗ്ലൗസസ് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരോ അലർജീസ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്ലൗസ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് കോൺ സ്റ്റാർച്ച് ഇടാം. ഒത്തിരി വേണമെന്നില്ല. ഇത് ഒരു ഹാഫ് സ്പൂൺ ഇത്രയും മതി കേട്ടോ. ഇത്ര വലിയ സ്പൂണാണെന്നുള്ളത്, ഫുൾ സ്പൂൺ എടുത്തിട്ടില്ല, കുറച്ച് മാത്രം. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ അടച്ചു വെച്ചോട്ടോ, പിന്നെ താഴെ വീണ് അതെല്ലാം തീർന്നു പോകും, ചിതറിപ്പോകുമല്ലോ. നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യുക. ഞാൻ അതിന് ശേഷം ഈ ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ മോളുടെ എന്താ പറയുക ബേബി സോപ്പ് വരുന്ന കണ്ടെയ്നേഴ്സാണ്. അപ്പം ഈ സോപ്പെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ലേബിളും പറിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെക്കും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സൊല്യൂഷൻസൊക്കെ ഇങ്ങനത്തെ ബോട്ടിൽസിൽ ഒഴിച്ച് വെക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽസൊക്കെ ആവശ്യത്തിന് വാങ്ങാൻ കിട്ടും. അതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യുന്ന ഐഡിയയും കൂടെ പറഞ്ഞുതരാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കിട്ടുന്ന എല്ലാ ബോട്ടിൽസും കളയണ്ട, നമുക്ക് എന്തെങ്കിലും ഒഴിച്ചൊക്കെ വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഈ ബോട്ടിലേക്കൊന്ന് പകർത്തട്ടെ. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഗ്ലാസ് സർഫേസസ് ക്ലീൻ ചെയ്യാറില്ല. ഒരാഴ്ചയിൽ 3 വട്ടം അത്രയേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ആ സമയത്തും ചെയ്യും. 2 to 3 ടൈംസ് ആണ് ചെയ്യുന്നത്. പൊടി അടിക്കുന്നതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ളത് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. നമ്മളൊരു കടയിൽ നിന്നൊരു സൊല്യൂഷൻ വാങ്ങിച്ചാൽ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ഇത്ര നാൾ കഴിഞ്ഞത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആവുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉണ്ടാക്കുക, നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ മൈക്രോവേവിൻ്റെ ഗ്ലാസ് ഈ ഒരു സർഫേസ്. അപ്പം അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് വിൻഡോസ്. അപ്പം ഞാൻ ആദ്യം മൈക്രോവേവിന് അവിടെ ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. ആ ഒരു സർഫേസ് നന്നായിട്ട് ആ ഒരു ഗ്ലാസ് സർഫേസ് നന്നായിട്ട് ചെയ്യുക. അത് കുറച്ച് നേരം അങ്ങനെ അങ്ങ് വിടുക. ഓക്കെ, നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് അങ്ങനെ വിടുക. അതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ടവൽ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഗ്ലാസ്സിൽ ഉണ്ടായിരിക്കുന്ന പൊടികൾ, എന്തെങ്കിലും സ്റ്റെയിൻസ് ഒക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക വലിച്ചെടുക്കുന്ന പോലെ തോന്നും. അപ്പം ഞാനത് ഒരു സർഫേസാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഗ്ലാസ് ഡോറിൻ്റെ സർഫേസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വേറൊരു ഗ്ലാസ് സർഫേസ് പറഞ്ഞ എൻ്റെ ഈ ഡോറാണ്, ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഈ ഡോറ്. അപ്പം ഇത് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പം നോക്കുമ്പോൾ കുറച്ചൊരു സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഭംഗിയോടെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് ഡോർ നന്നായിട്ട് വൈപ്പ് ചെയ്യണം, ഇത് അകത്തുനിന്നും പുറത്തുനിന്നും. ഇപ്പം ഞാൻ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നെറ്റ് ഉണ്ട്. അപ്പോൾ ആ നെറ്റ് ഉണ്ടെങ്കിൽ പോലും കാറ്റടിക്കുമ്പോഴൊക്കെ ഇതിൽ ചെളി ഒട്ടിപ്പിടിക്കും. ഇപ്പം സ്നോ അങ്ങോട്ട് കഴിഞ്ഞ ടൈമാണ്. അപ്പോൾ ഇനി സമ്മറൊക്കെ ആകുമ്പോഴത്തേനും ഈ കാറ്റ് പാറി വന്ന് ഇവിടെ എല്ലാം ഓരോ സാധനം ഒട്ടിപ്പിടിക്കും. ഇപ്പോഴും ഒരു പാട പോലെ വൈറ്റ് ഒത്തിരി സ്റ്റെയിൻസ് കാണാം. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ ഗ്ലാസ് സർഫേസിന് യൂസ് ചെയ്ത അതേ സൊല്യൂഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യാണ്. ഒരു വൈപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ സൊല്യൂഷൻ ഒന്ന് ഇച്ചിരി സ്പ്രേ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് സർഫേസ് വൈപ്പ് ചെയ്ത് വിടുക.
ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ നമ്മുടെ വീട്, നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ അവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. അവർക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എന്താ പറയുക അധികാരമുണ്ട്. അപ്പം നമുക്ക് ചില സമയങ്ങളിൽ അവർ വന്ന് 1, 2, 3 വാർണിംഗ് തരും. അതിനുശേഷം ചിലപ്പം എനിക്കറിയില്ല എന്താ ഇത് വരിക എന്ന്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ മാക്സിമം ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ പുറത്ത് പറ്റുന്നത്ര, ഇപ്പം ഇച്ചിരി എന്താ പറയുക അത്യാവശ്യം നല്ല തണുപ്പും കൂടെയുള്ള സമയമാണ്. അപ്പം ഞാൻ അത്യാവശ്യം പറ്റുന്നത്ര കൈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒന്നുകൂടെ ഒന്ന് പുറത്തിറങ്ങി എന്നിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് വിൻഡോ ക്ലീനായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്ലാസ് വിൻഡോ മാത്രമല്ല, ഇനി ഞാൻ ഉപയോഗിച്ച എല്ലാ ക്ലീനിങ് സൊല്യൂഷൻസ് വെച്ചിട്ടും എൻ്റെ കൗണ്ടർ ടോപ്സ്, അതേപോലെ മൈക്രോവേവ് ഓവൻ, സ്റ്റൗവ്, ഈ ഗ്ലാസ് ഡോറ് ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ക്ലീൻ ആകുക മാത്രമല്ല, നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. കൂടാതെ നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഏജൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. അത്യാവശ്യം ഉപയോഗിക്കുന്ന നമ്മുടെ സോപ്പും നമ്മുടെ എന്താ പറയുക എസെൻഷ്യൽ ഓയിൽ മാത്രമാണ്. ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ആരും പെട്ടെന്ന് നമ്മൾ കതോർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു നല്ല പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഈ സൊല്യൂഷൻസൊക്കെ എനിക്കൊരു അലർജി ഫ്രീ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി മാത്രമല്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും അലർജീസൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഇട്ട് മാത്രം ട്രൈ ചെയ്യുക. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വൈറ്റ് വിനീഗർ എപ്പോഴും നമുക്ക് നമ്മുടെ ലെമണുമായിട്ട് റീപ്ലേസ് ചെയ്യാം. വൈറ്റ് വിനീഗർ എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല, ലെമണുമായിട്ട് റീപ്ലേസ് ചെയ്യാം. അതേപോലെ കോൺ സ്റ്റാർച്ച് ഒരു നല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ്, ഒരു ക്ലീനിങ് ഏജൻ്റാണ്. കോൺ സ്റ്റാർച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബോയിലിംഗ് വാട്ടർ ഉപയോഗിക്കരുത്. വാം വാട്ടറാണ് ക്ലീനിങ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നിട്ട് യൂസ് ചെയ്യേണ്ടത്. എവറി വീക്കെൻഡ് യൂസ് ചെയ്യുക. പിന്നെ എന്താ പറയുക നമ്മുടെ കിച്ചൺ സിങ്ക് ബേസിൻസ് ഒക്കെ നമ്മൾ എല്ലാ രാത്രിയിലും ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് നമുക്കൊരു ഹെൽത്തി കുക്കിങ്ങിനും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ഒത്തിരി സാധനങ്ങൾ ഒട്ടിപ്പിടിക്കുമ്പോൾ അത്രയും ജേംസ് അവിടെ അടിഞ്ഞു കൂടുകയാണ്. അപ്പം കിച്ചൺ ടോപ്പും അതേപോലെ കിച്ചൺ സിങ്കുകളും എല്ലാ രാത്രിയും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊന്നുമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ ഈ ക്ലീനിങ് ടിപ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുന്നൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും ഷെയർ ചെയ്യുക മറക്കരുത്. മേക്ക് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയുടെ കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ നേരുന്നു. സീ യു ഓൾ സൂൺ. ടേക്ക് കെയർ. ബൈ.